തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുരുതര പ്രതിസന്ധി. ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങും. ഇന്ന് നടത്തേണ്ട 6 മേജർ ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം ശ്രീചിത്രയിലെത്തി ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തും. സുനിഷ അയലൂരാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ട് ടിവിയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. അതിനെ തുടർന്ന് ശ്രീചിത്രയിലെ നമ്മൾ പലരുമായും ബന്ധപ്പെട്ടു. ഇന്ന് 6 ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്നറിഞ്ഞതോടുകൂടി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൈവന്നു. ഇന്നിപ്പോൾ വകുപ്പ് മേധാവികളുടെ യോഗം 8:30 അല്പസമയത്തിനുള്ളിൽ വിളിച്ചിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ശ്രീചിത്രയിലേക്ക് എത്തും. സുനിഷ അയലൂരാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സുനിഷയുണ്ട് നമുക്കൊപ്പം. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷയുടെ വാർത്തയിൽ ഒരു പ്രധാന ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഈ ഒറ്റ ദിവസം മാത്രം 6 ശസ്ത്രക്രിയകൾ. അങ്ങനെ വന്നാൽ ഈ മാസം 30ഓളം ശസ്ത്രക്രിയകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ രോഗികളുമായിട്ടുമൊക്കെ സംസാരിച്ചിരുന്നു. അവരുടെ ആശങ്കകൾ നമ്മൾ പ്രേക്ഷകരെ ആദ്യം അറിയിച്ചു. ഇപ്പോൾ നമ്മളുടെ വാർത്തയെ തുടർന്നാണോ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടിയന്തരമായ യോഗം ചേരാൻ പോകുന്നതും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തുന്നതും? സുനിഷ, തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് ശ്രീചിത്ര കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 6 സർജറികളാണ്, 6 മേജർ സർജറികളാണ് ഇന്ന് മാത്രം മാറ്റിവെക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച 30-ലധികം സർജറികൾ മാറ്റും. ഒപ്പം ഈ പറയുന്നത് പോലെ അടുത്ത ഘട്ടങ്ങളിലും പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ഇനി എപ്പോൾ ഈ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ നടത്തും തുടങ്ങി നിരവധി സംശയങ്ങളും ആശങ്കകളും രോഗികളെ സംബന്ധിച്ചിടത്തോളവും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ ശ്രീചിത്രയിലേക്ക് എത്തുന്നത്. ഡയറക്ടറുമായി അടക്കം ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ എംപിമാരായ ശശി തരൂറും എ റഹീമും അടക്കം നേരത്തെ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉടൻ തന്നെ വാങ്ങിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്, അടിയന്തര ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ സുരേഷ് ഗോപി എത്തുന്നത്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എത്താനുള്ള സാധ്യത കൂടി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുന്നു, ഡയറക്ടറുമായി സംസാരിക്കുന്നു, ശേഷം തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അരുൺ, മാനേജ്മെന്റിന്റെ ഒരു കടുംപിടുത്തം എന്ന് പറയുന്നത് ഈ കരാർ പുതുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പകരം ഈ സർക്കാരിന്റെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇ മാർക്കറ്റ്, ഗവൺമെന്റ് ഇ മാർക്കറ്റ്, അതായത് ജം വഴി ഈ ഉപകരണങ്ങൾ വാങ്ങാമെന്നുള്ളതാണ്. അവിടെ ആകുമ്പോൾ വിലക്കുറവിൽ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് ഉള്ള ഏത് കമ്പനികൾക്കും ഈ പ്ലാറ്റ്ഫോമിൽ അംഗത്വം എടുക്കാം, അങ്ങനെ വിൽപ്പന നടത്താം എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ എത്രത്തോളം ഇത്രയും ശ്രീചിത്രയിൽ നടത്തുന്ന ശസ്ത്രക്രിയകളെ സംബന്ധിച്ചിടത്തോളം അതിനൂതനമായ ശസ്ത്രക്രിയകൾ അടക്കം നടത്തുന്നുണ്ട്. അതിന് ഈ ഉപകരണങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം എന്നുള്ളത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പല ഉപകരണങ്ങളും വാങ്ങിയതിനു ശേഷമാണ് അത് ശരിയാകാത്ത രീതിയിലും അല്ലെങ്കിൽ പൊട്ടുന്ന രീതിയിലും ഒക്കെ മാറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു വലിയ ശസ്ത്രക്രിയ നടത്തുമ്പോൾ എങ്ങനെ ഈ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ഉപകരണങ്ങളെ വിശ്വസിക്കാമെന്നുള്ള ചോദ്യമാണ് ഈ ഡോക്ടർമാരെടുത്തോളം ഉള്ളത്. പക്ഷേ വിലക്കുറവ് പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് അതിലൊരു കടുംപിടുത്തം നടത്തുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏതായാലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടി എത്തി ഡയറക്ടറോട് ചർച്ച ചെയ്ത് എച്ച്ഒഡിമാരോട് കൂടി ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, കാരണം പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഉടൻ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ 8:30 തന്നെ മന്ത്രി എത്തിയതിനു ശേഷം ഈ യോഗം ആരംഭിക്കുമെന്നുള്ളതാണ് അരുൺ. എന്തായാലും അത് തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ശ്രീചിത്ര ഈ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നോക്കിക്കാണുന്നത്. പ്രേക്ഷകർ അറിയാവുന്ന പോലെ 1976 മുതൽ നമ്മളുടെ ആതുര സേവന രംഗത്ത് വലിയ വിസ്മയങ്ങൾ സമ്മാനിക്കുന്ന ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന വേളയിലാണ് നമ്മൾ ആ വാർത്ത ചെയ്യാൻ നിർബന്ധിതരായത്. റേഡിയോളജി വിഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് പല ശസ്ത്രക്രിയകളും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത്യാവശ്യം ചികിത്സയ്ക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ പോലും, അതായത് മരുന്നുകൾ പോലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ്. തിരുവനന്തപുരം ആലോചിച്ച് നോക്കൂ, ആരാണ് ശ്രീചിത്രയെ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ?